ഹലോ ഫ്രണ്ട്സ്, ഹലോ ട്രാവൽ ഫീസിൻ്റെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വെച്ചാൽ കാഠ്മണ്ഡുവിലോട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഇവിടെ കാഠ്മണ്ഡുവിൽ എത്തിയിട്ട് ആകെ മൊത്തത്തിൽ പെട്ടുപോയിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ട്, പക്ഷേ നമ്മുടെ കയ്യുമേ പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ ഇന്ത്യൻ മണി ഇല്ല, നേപ്പാൾ മണി ഇല്ലാത്ത അവസ്ഥയുണ്ട്. ലാസ്റ്റ് നമ്മൾ മൊത്തത്തിൽ പെട്ട അവസ്ഥയിലായിട്ട് ലാസ്റ്റ് സ്റ്റോറി കാര്യങ്ങൾ ഒരുപാട് കോൺടാക്ട് കിട്ടിയിരുന്നു. അതായത് ഗോപി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നമ്പർ കിട്ടി. അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് പുള്ളിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു റൂമൊക്കെ എടുത്താണ് താമസിച്ച് ഇനി നേരെ ഇവിടെ നമ്മൾ നേരെ ഇനി പൊക്കാട വഴി പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ ഏകദേശം 100 സംതിങ് കിലോമീറ്റർ ഉണ്ട്, 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഇന്ന് നേരെ പൊക്കാട എത്താനുള്ള പ്ലാനിൽ നോക്കാണ്. സമയം ഇപ്പോൾ 8 മണിയാകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും 8 മണിയായല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ പൊക്കാടൊക്കെ പോകാം. പൊക്കാടൊക്കെ പോകുന്ന കാഴ്ചകൾ കാര്യങ്ങളൊക്കെ പോകാം. അവിടെ പോയിട്ട് എന്തായാലും ബങ്കി ജമ്പൊക്കെ കാണാൻ പ്ലാൻ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ പെട്ടുപോയപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഭയ്യ, നമ്മുടെ ഈ ഒരു ഭയ്യ आपका भैया नाम सूरज भंडारी भैया, നമ്മുടെ ഗോപി സാർ ഭയ്യ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ഭയ്യാണ്. അപ്പോൾ ഗണപതി ദർബാർ ആളുടെ ഹോട്ടൽ ഗണപതി ദർബാർ ഹോട്ടൽ ഗണപതി ദർബാർ എന്നുള്ള ഹോട്ടലിൽ താമസിച്ച് പശുപതി ടെമ്പിൾ അത് പശുപതി ടെമ്പിളിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ ആളുടെ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം, താഴെ കൊടുക്കണം. നിങ്ങൾക്ക് റൂം കാര്യമൊക്കെ വേണമെങ്കിൽ മൂപ്പിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങി കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡിൽ പോകാട്ടോ. നമ്മുടെ റൂമിൻ്റെ അടുത്ത് ഏകദേശം 40 ക്യാഷ് വരുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇനി പൊക്കാനൊക്കെ ഡയറക്റ്റ് ബസ് ഒന്ന് നോക്കാനായിട്ട്. ബസ് ഇല്ലെങ്കിൽ കാണുന്ന രീതിക്ക് വണ്ടി കാണിച്ചിട്ട് പോകാനുള്ള പരിപാടി നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബസ്സിന്. എല്ലാവരും ജോലിക്ക് പോകുന്ന പോലെ തിരക്കാട്ടോ. അപ്പോൾ ഗേസ് നമ്മളിപ്പോൾ പോക്കറൊക്കെ പോകാൻ വേണ്ടി പോകട്ടോ. ഈ ഒരു വണ്ടിയിലാട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ ഇന്ത്യൻ മണി 500. രാവിലെ ഫുഡ് കഴിച്ചില്ലാണ്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കോഴിൻ്റെ കാലൊക്കെ പൊരിച്ചിട്ട് വെച്ചേക്കാട്ടോ, കോഴിൻ്റെ കാല്. പിന്നെ ചെമ്മീനുണ്ട്, കടല വറുത്ത് വെച്ചിട്ടുണ്ട്, മുട്ടക്കറി, ചിക്കൻ കാല് പൊരിച്ചത്, മീൻ പൊരിച്ചത്. കല്ലേജ് എന്ത് സാധനം അറിയില്ല, ഇത് എന്താണെന്ന് അറിയില്ല. കല്ലേജിയോ? ഓക്കെ ഓക്കെ. ഇത് പത്തിരി, ഇത് കല്ലേജി, ഇതെന്താ ബൈക്കാ? ബുട്ടർ. നേപ്പാളിൽ വന്നിട്ട് ആദ്യം നമ്മൾ ചൗമീൻ കഴിക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടിലെ ന്യൂഡിൽസ് പോലത്തെ സംഭവമാണ് ചൗമീൻ. സാലി വന്നാൽ വളരെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. പൈസയാണ്. അപ്പോൾ പോകാൻ വേണ്ടി ഒരു ബസ് എടുത്തിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ബസ് വെച്ചാൽ നമ്മളത് കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണോ വന്നത്. AC ബസ് സ്റ്റാൻഡ്. നമ്മൾ പോക്കറൊക്കെ പോകണം. ഇനി എത്ര പറഞ്ഞത്? 700 പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ ഏകദേശം 700 രൂപയ്ക്ക് ഒരു ബായ് വന്നിട്ട് വിളിച്ചിട്ട് വേഗം ആയോ എന്ന് പറഞ്ഞു. കൽത്താഫുണ്ട്. വലൈക്കും സലാം. അപ്പോൾ കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ പൊക്കറക്ക് പോവുകയാണ്. അപ്പോൾ കാഠ്മണ്ഡുവിൽ നമുക്ക് ബസ് സ്റ്റാൻഡൊക്കെ അവൈലബിൾ ആണ്. AC ബസ്, non-AC ബസ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു AC എടുത്തപ്പോൾ നമ്മളോട് ചോദിച്ചു, കൗണ്ടർ വെച്ചപ്പോൾ നമുക്ക് എത്രയാണ് 1000 സംതിങ് പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ വേറെ ബായ് വിളിച്ചിട്ടൊന്നും വേഗം പോകാമെന്ന് പറഞ്ഞാൽ 700 രൂപ വിളിച്ചു വന്നിട്ട്. അപ്പോൾ ഈ 700 കൊടുത്ത് നമുക്ക് പോയി എത്തുമില്ലെന്നും അറിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ബായ് വിളിച്ചിട്ടല്ലേ രാജാവേ. നമ്മൾ ആകെ ഇടങ്ങേറെ പൈസ ഇല്ലാതായിട്ട് നമ്മൾ ആകെ ഇടങ്ങേറൊക്കെ ഏതാണ്. അപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാം. നമുക്കൊന്ന് പോയി നോക്കാം. പൊക്കള എത്തുമോ ഇല്ലെന്നും അറിയില്ല. ഓക്കെ. കണ്ടോ, ഈ കാണുന്ന കേട്ടോ ന്യൂഡിൽസാണ് ഇവിടുത്തെ. നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിൽ മുട്ട ഉണ്ടാവും, ന്യൂഡിൽസ് ഉണ്ടാവും, പിന്നെ വേണ്ട പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിന് ഭയ്യ ഇസ്കാ ന്യൂഡിൽസ് കാ നാം വൈ ചൗച്ചോ എന്നാണ് ഈ ഒരു ന്യൂഡിൽസിന് പറയുന്നത്. ന്യൂഡിൽസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചാൽ പോക്കറയിലായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തൽ ബ്രഹ്മണി ടെമ്പിൾ എന്നൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ വെച്ചാൽ ഇവിടെ പോയി ഇന്ന് ബങ്കി ജമ്പൊക്കെ ചാടുക. പിന്നെ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്. ആ ഒരു വില്ലേജൊക്കെ പോകാനുള്ള പരിപാടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു വീഡിയോ. രാവിലെ നമ്മൾ ടെൻ്റൊക്കെ മടക്കിയെല്ലാം എടുത്ത് നേരെ ബാഗ് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഇവിടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. പിന്നെ ഒരു പൊക്കരയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും പോകുന്നത്. എന്തായാലും 2 ദിവസം എന്തായാലും പൊക്കര ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം.
ഈ കാണുന്ന ലേക്ക് ഉണ്ടോ, ഈ കാണുന്ന ലേക്കാണ് ഫെഫ ലേക്ക് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കാശ്മീരിലൊക്കെ ഡാൽ ലേക്ക് പോലത്തെ ഒരു ലൈക്കാണ്. അപ്പോൾ അവിടെ ഇതിൽ നമുക്ക് ചിക്കൻ റൈഡൊക്കെ ഉണ്ടാകും. അതുപോലെ ചെറിയൊരു ബോട്ട് റൈഡൊക്കെ ഉണ്ട് ഈ ഒരു ലൈക്കിൽ. എത്രയാണെന്ന് അറിയില്ല, നമ്മൾ എന്തായാലും ബോട്ട് റൈഡൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ടെമ്പിളുണ്ട്, ടെമ്പിളടുത്ത് പോകും. ഫെഫ ലേക്കിനടുത്തുള്ള ആ ഒരു താൽ ബ്രഹി ടെമ്പിൾ എന്നൊരു ടെമ്പിളുണ്ട്, അടുത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലേക്കിനടുത്ത് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കിയാൽ ദീദിയോടെ രാവിലെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ രാവിലെ കച്ചവടക്കാരെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഫുള്ള് ടൂറിസ്റ്റിന് വേണ്ടിയായിട്ടുള്ളൊരു ഏരിയയാണ്. നോക്കി കാണാൻ ഒരുപാട് തോണികൾ, ചെറു തോണികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് തൽ ബ്രഹ്മായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെമ്പിളാണ് ആ കാണുന്നത്. അത് ഈ ഒരു വെള്ളത്തിൻ്റെ നടുവിലാട്ടോ ഈ ഒരു ടെമ്പിൾ ഉള്ളത്. അതുകൊണ്ട് ബോട്ടിൽ നമുക്ക് ആ ഒരു ടെമ്പിളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്, അവിടെ ചോദിക്കാം.